ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ആരും പണിയെടുക്കാതിരിക്കുകയാണ്. ഈ ഒരു 3 ക്യാപ്റ്റന്മാർ എന്തോ ചെയ്തു എന്നും പറഞ്ഞ് ബാക്കിയുള്ള ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഇവർ ഭക്ഷണം വെച്ച് തരുന്നില്ല, എന്നിട്ട് ഇവർക്ക് പഴിച്ചാരുക. 2 കൂട്ടരയിലും നല്ല തെറ്റുണ്ട്. എന്നിട്ട് ഒരു കൂട്ടർ മറ്റേ കൂട്ടരടുത്ത് തെറ്റ് പറയുക, മറ്റേ കൂട്ടർ ഇവരടുത്തും പറയുക. നിങ്ങൾ നോക്കൂ, ഈ ഫ്ലോർ ടീം അതുപോലെ ബാത്റൂം ടീം ഇവരൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആകെ കൂടി അവിടെ വർക്ക് നടക്കുന്നത് കിച്ചണിലും വെസലിലും മാത്രമാണ്. ആ വെസലിന് ഇവിടെ അടിയും ബഹളാണ്. അപ്പോൾ നോക്കി, ഇവരാരും വെസലിൽ ഷാനവാസ് ഇന്നലെ പോയി എന്നും പറഞ്ഞ് അനുമോള് വെസൽ കയറുന്നില്ല, പണിയെടുക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ തിന്ന പാത്രം മാത്രമേ ഞാൻ കഴുകൂ, ഞങ്ങളുണ്ടാക്കി, ഇവർ വേറെ വെപ്പ് തുടങ്ങി ആ പാത്രം മാത്രമേ കഴുകൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്കൊക്കെ മറ്റവരുണ്ടാക്കുമ്പോൾ ആ പാത്രങ്ങൾ കൂടി കഴുകി വെക്കേണ്ട ഡ്യൂട്ടി വെസൽ ടീമിനുണ്ട്, അതവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ കാര്യം. പിന്നെ കുക്കിംഗ് നേരത്തിന് ഇവർ 3 പേരും അവർക്ക് ആർക്കും ഭക്ഷണം ശരിക്കും കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടെ കയ്യിലും തെറ്റ് തന്നെ. ഫ്ലോർ ടീം നൂറ പറയുന്നത് ഞങ്ങൾ ഇനി പണിയെടുക്കില്ല, ഷാനവാസൊക്കെ തിരിച്ച് വന്നല്ലാതെ പണിയെടുക്കില്ല. ഫ്ലോർ ടീമും ബാത്റൂം ടീമും പണിയെടുക്കുന്നില്ല. അവിടെ ആകെ ബാത്റൂമൊക്കെ ഒരു ദിവസം ഈ കണ്ട പെരുമാറിയിട്ട് ഇത്രയും ദിവസങ്ങൾ കഴുകാതിരുന്ന എങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥ. ഇവരത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരിതൊക്കെ ഒരു ഇരട്ടത്താപ്പ് വെച്ച് നിൽക്കുകയാണ്. കാരണം ഇവരിങ്ങനെ കിച്ചൺ ടീമിനെ പഴിചാരിക്കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പണിയെടുക്കാതെ സുഖിക്കാം എന്നുള്ള ലെവലിലാണ് ഈ ആഴ്ച ഫുള്ള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും പണിയെടുക്കുന്നത്. നൂറ് പറഞ്ഞ് ഞങ്ങൾ പണിയെടുക്കില്ല, ഷാനവാസൊക്കെ വരട്ടെ എന്നാണ് പറയുന്നത്. എന്ത് പരിപാടിയാണ്? സ്വന്തം ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അനുമോൾ പറയുന്നത് ഞാൻ വെസൽ കഴുകില്ല എന്നും പറഞ്ഞിരിക്കുന്നത്. എന്ത് പരിപാടിയാണിത്? ഇതൊന്നും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അഭിപ്രായം. നമുക്കെല്ലാവരും ഓരോ ഫേവറേറ്റ്സ് ഉണ്ട്. പക്ഷേ അത് വിചാരിച്ച് അവർ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അപ്പോൾ അനീഷ് എല്ലാത്തിനും ഡീസൻ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അനീഷ് ഇതിനൊരു ഇത് കണ്ട വെസൽ ടീമൊക്കെ ഷാനവാസ് ഒരാൾ പോയി അനുമോള് കഴുകുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതുകൊണ്ട് അനീഷാണ് പാത്രം കഴുകി കൊടുക്കുന്നത്. അപ്പോൾ അനീഷ് ഒരു സോൾവ് ചെയ്തു. നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ടീമിനെ ഷഫിൾ ചെയ്യാം. അതായത് എന്നെ പാത്രം കഴുകുന്നതിലേക്ക് ഇട്ടോളൂ, ഞാൻ കഴുകിത്തരാം നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നില്ല അനീഷ. അപ്പോൾ ആരും പറയാം, ഓ അനീഷേട്ടൻ ഫ്ലോർ ടീം ആയതുകൊണ്ട്, അനീഷേട്ടൻ എന്നല്ല അനീഷ്, താൻ ഫ്ലോർ ടീം ആയതുകൊണ്ട് താൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെസൽ ടീം ആക്കാൻ അയാളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തതാണ്. അതിനും തെറ്റായി അവർക്ക്. അപ്പോൾ ആ ക്യാപ്റ്റൻസിന് അതും തെറ്റാണ്. അയാൾ പറഞ്ഞ് എന്നെ ആക്കിക്കോ, ഞാൻ കഴുകിത്തരാം. അയാൾ കഴുകിത്തരാൻ തയ്യാറാണ്. ഇന്ന് രാവിലെയും അനുമോൾ കഴുകേണ്ടതൊക്കെ ഇയാളാണ് കഴുകി കൊടുക്കുന്നത്. ഇവരാരും ഈ 3 പെൺകുട്ടികൾ ഒരു ജോലിയും ചെയ്തില്ല. സാബുമേമ്പന ഒട്ടുമില്ല. മറ്റേ ക്യാപ്റ്റൻസ് എന്തൊക്കെയോ മടി പിടിച്ച് ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്. അനീഷ് എല്ലാവർക്കുള്ള സഹായം എല്ലാവരുടെയും നടന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു പണി അവിടെ നടക്കുന്നില്ല. അപ്പം അനീഷ് സോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആര്യനത് പൊട്ടിത്തെറിയായി.